ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷ് ടെയിൽസ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ടുമായിട്ടാണ്. ഇതാണ് ആ ബോട്ടിൽ ആർട്ട്. കണ്ടോ, ഇതിൽ ചെയ്തിരിക്കുന്ന ഈ ഡിസൈൻ പറയുന്നതാണ് മൻഗാല ഡിസൈൻ. ഇതിന് ഈസി ഡോട്ട് ആർട്ട് വർക്കും എന്നും പറയാറുണ്ട്. ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ. കുറച്ച് പേഷ്യൻസോടുകൂടി നമുക്കിത് ചെയ്യേണ്ടി വരും. കണ്ടോ, പിന്നെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഡ്രോയിങ്ങോ പെയിന്റിങ്ങോ ഒന്നും ആവശ്യമില്ല. ഡോട്ടുകൾ ഇട്ടിട്ടുള്ള ഒരു മാജിക് ആർട്ട് വർക്കാണ് ഇത്. പിന്നെ ഈ മൻഗാല ഡിസൈൻ എന്ന് പറയുന്നത് ഒത്തിരി ഫേമസ് ആർട്ട് വർക്കാണ്. ഇത് നമ്മൾ മെഡിറ്റേഷന് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് സ്ട്രെസ് ഒക്കെ ഉള്ളപ്പോൾ ഒന്ന് അത് കളയാൻ വേണ്ടിയിട്ടും നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുമെല്ലാം ഈ ആർട്ട് വർക്ക് സാധാരണ യൂസ് ചെയ്ത് വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ബേസിക് മൻഗാല ഡിസൈൻ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്തതെന്നും എന്തൊക്കെ ടൂൾസ് ആണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കണെന്നും കാണിച്ചു തരാം. അപ്പൊ പ്രത്യേകിച്ച് ഒരു ടൂളും ഇതിനു വേണ്ടി മേടിക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ആർട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഞാൻ ചെയ്തതെന്ന് നോക്കിയാലോ. ബോട്ടിലിന് ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കളറാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പം ഞാനൊരു പ്രീവിയസ് വീഡിയോയിൽ എങ്ങനെയാണ് ബേസ് കോട്ട് അടിക്കണേന്ന് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ടോപ്പിൽ കൊടുക്കാം. അപ്പം ഞാൻ ഈ കോട്ട് അടിച്ചിട്ട് ഇനി കാണിച്ചു തരാം. ഈ മൻഡാല ഡിസൈനിൽ നമുക്ക് പല വലുപ്പത്തിലുള്ള ഡോട്ടുകളാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ പെൻസിലിൻ്റെ ഈ എൻഡ്, പിന്നെ ബ്രഷിൻ്റെ ഈ എൻഡ്, ക്യൂ ടിപ്പിൻ്റെ ഈ കോട്ടണുള്ള സൈഡ്. ഈ കോട്ടണുള്ള സൈഡ് നമ്മൾ ഡോട്ട് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ സൈഡിൽ ഒന്ന് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള സർക്കിൾ കിട്ടുള്ളൂ. എൻഡിലെ കോട്ടൺ എടുത്ത് കളഞ്ഞു. അപ്പം നമുക്ക് വേറെ വലുപ്പത്തിലുള്ള ഡോട്ട് കിട്ടും. അപ്പം രണ്ട് എൻഡിലും ഇതുപോലെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കുക. കോട്ടൺ പറഞ്ഞു പോരില്ല. അപ്പം പെൻസിലിൻ്റെ എൻഡ്, ഒരു മീഡിയം സൈസ് ബ്രഷിൻ്റെ എൻഡ്, ക്യൂ ടിപ്പിൻ്റെ കോട്ടൺ സൈഡ്, പിന്നെ ചെറിയ ബ്രഷിൻ്റെ എൻഡ്, പിന്നെ ക്യൂ ടിപ്പിൻ്റെ കോട്ടൺ ഇല്ലാത്ത സൈഡ്, പിന്നെ പെൻസിലിൻ്റെ ഷാർപ്പായിട്ടുള്ള എൻഡ്. ഇത് കൂടാണ്ട് ഞാൻ ടൂത്ത് പിക്കും യൂസ് ചെയ്യുന്നുണ്ട്. ടൂത്ത് പിക്ക് വെച്ച് വളരെ സ്മോൾ ആയിട്ടുള്ള ഡോട്ട് ഇടാം. ഇപ്പം ഞാൻ ഇത്രയും ഭാഗത്താണ് ഞാൻ ഡിസൈൻ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള പോർഷൻ മാർക്ക് ചെയ്യണം. ഇതായിരിക്കും അതിൻ്റെ സെൻറ്റർ. അപ്പം അവിടെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അവിടെ നമുക്ക് ഫസ്റ്റ് ഡോട്ട് ഇടാം. പിന്നെ ഇനി ഞാൻ പെയിന്റ് എടുത്തിട്ടുണ്ട്. കുറേ പെയിന്റ് എടുക്കണ്ട കേട്ടോ, എല്ലാം കുറച്ച് എമൗണ്ട് എടുത്താൽ മതി. വൈറ്റ്, ഒരു ബ്ലൂ, പർപ്പിൾ, പിന്നെ ഒരു റെഡ്, ഗോൾഡൻ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഒക്കെ എടുക്കാം. ഇനി ആദ്യം ഞാൻ പെൻസിലിൻ്റെ എൻഡ് വെച്ചിട്ടുള്ള ഒരു സർക്കിളാണ് ഇടുന്നത്. ഞാൻ വൈറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൈറ്റിൽ ഞാനതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇനി നമ്മൾ 2-3 ഡോട്ട് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അതൊന്ന് തുടച്ച് കളയണം. കണ്ടോ? ഇതുപോലെ ഒന്ന് തുടച്ച് ആ പെയിന്റ് ഒന്ന് കളയണം. ഇനി അടുത്തത് നമ്മൾ കുറച്ച് ചെറുതാണ് ഇടുന്നത്. അപ്പം അതിനു വേണ്ടി ഞാൻ പെൻസിലിൻ്റെ ഷാർപ്പ് എൻഡാണ് യൂസ് ചെയ്യുന്നത്. അത് റെഡിൽ മുക്കിയിട്ട് ഫുള്ളൊരു സർക്കിൾ ഡോട്ട് കൊടുക്കുകയാണ്. അപ്പം അതിനുവേണ്ടി ഫസ്റ്റ് താഴെ, പിന്നെ നേരെ ഓപ്പോസിറ്റ് മുകളിലായിട്ട് ഒരു ചെറിയ ഡോട്ട്, ഇനി റൈറ്റ് സൈഡിൽ, ഇനി ലെഫ്റ്റ് സൈഡിൽ. ഇനി ഡോട്ട് നമ്മൾ ഈ 2 ഡോട്ടുകളുടെ ഇടയ്ക്ക് സെന്റർ ആയിട്ട് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ചുറ്റും ഡോട്ട്സ് ആയി. കണ്ടോ? ഇതുപോലെ. ഇനി ഞാൻ ഈ സെയിം വലുപ്പത്തിലുള്ള ഡോട്ട് ഗോൾഡൻ പെയിന്റ് വെച്ചിട്ട് ഒരു ലെയറും കൂടി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഡോട്ട് ഇടുമ്പോൾ നമ്മൾ പ്രീവിയസ് ഇട്ട 2 ഡോട്ടുകളുടെ ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി, താഴെയായിട്ട്. കണ്ടോ? അപ്പം അത് കഴിഞ്ഞു. ഇനി ഞാൻ ക്യൂ ടിപ്പിന്റെ കോട്ടൺ ഇല്ലാത്ത എൻഡ് ഉപയോഗിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടി വലുപ്പമുള്ള ഡോട്ട്സ് ഇടാണ്. അപ്പം അത് നേരത്തെ പറഞ്ഞ പോലെ ആദ്യം താഴെ, മുകളില്, റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്, പിന്നെ 2 ഡോട്ടുകളുടെ ഇടയിൽ. കണ്ടോ? ഇനി ഗ്യാപ്പ് ഉള്ളിടത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ഡോട്ടും കൂടി കൊടുക്കാം. ഇനി അതിന്റെ താഴെയായിട്ട് ഞാൻ ബ്ലൂ കളർ ഉപയോഗിച്ച് ഈ സെയിം പാറ്റേണിൽ കുറച്ച് ഡോട്ടും കൂടി കൊടുക്കുകയാണ്. ഇപ്പൊ അതും കഴിഞ്ഞു. കണ്ടോ? ഇനി ഇതിന് ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻസിലിന്റെ
ഷാർപ്പ് എൻഡ് ഉപയോഗിച്ച് ഓരോ ബ്ലൂ ഡോട്ടിന് ചുറ്റും ചെറിയ വൈറ്റ് ഡോട്ട്സ് കൊടുക്കുകയാണ്. കണ്ടോ, ഇത് വേറൊരു ഡിസൈനാണത്. ഇതുപോലെ ഓരോ ബ്ലൂ ഡോട്ടിന് ചുറ്റും കുട്ടി വൈറ്റ് ഡോട്ട്സ്. ഇനി ഇത് ഞാൻ കൊടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇനി റെഡ് വെച്ചിട്ട് കുറച്ചും കൂടി വലിപ്പമുള്ള, നമ്മൾ ആ ബ്രഷിൻ്റെ എൻഡ് ഉപയോഗിച്ച് കുറച്ചും കൂടി വലിപ്പമുള്ള ഡോട്ട്സ് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോട്ടുകളുടെ ഇടയിൽ വീണ്ടും ഡോട്ട്സ്, പിന്നെ എഗെയിൻ ഡോട്ടുകളുടെ ഇടയിൽ വീണ്ടും ഡോട്ട്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ട് ഇടുമ്പോഴുള്ള ആ പൊസിഷനും സ്പേസിങ്ങും കറക്റ്റായിട്ട് വരും ഈ പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. കണ്ടോ? ഇനി നമുക്ക് ആ റെഡിന് ചുറ്റും നമ്മൾ നേരത്തെ ചെയ്ത പോലെ വൈറ്റ് വെച്ചിട്ട് ചുറ്റും ഡോട്ട് ഇടാം, ചെറിയ ഡോട്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ടൂത്ത് പിക്ക് ഉപയോഗിക്കാം. ഞാൻ ഇത് ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. അപ്പം അത് ചെയ്ത് കഴിഞ്ഞു. ഇനി ടൂത്ത് പിക്ക് തന്നെ ഉപയോഗിച്ച് ബ്ലൂ കളറിന് വീണ്ടും ഈ ചെയ്ത സെയിം പാറ്റേൺ വീണ്ടും ഒന്ന് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്. ഇപ്പം ഞാൻ താഴെ മാത്രമായിട്ടോ കൊടുക്കുന്നത്. അപ്പം അതും കഴിഞ്ഞു. കണ്ടോ? ഇനി വേറൊരു ഡിസൈൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കൊടുത്തതിൻ്റെ ഗ്യാപ്പിൽ ചെറുതായിട്ട് ഒരു മീഡിയം സൈസ് ഡോട്ട്സ് കൊടുക്കാം. ഇപ്പം ഞാൻ വീണ്ടും നമ്മൾ കൊടുത്ത ആ പർപ്പിൾ ഡോട്ട്സിൻ്റെ തൊട്ട് താഴെയായിട്ട് ഗ്രീൻ ഡോട്ടും പിന്നെ ബ്ലൂ ഡോട്ട്സും കൊടുക്കുകയാണ്. ബ്ലൂ ഡോട്ട്സിന് കുറച്ചും കൂടി വലിപ്പമുള്ള ഡോട്ട്സ് ആണ്. ഇനി നമ്മൾ ചെയ്യുന്നത് റെഡ് വെച്ചിട്ടുള്ളതാണ്. റെഡ് ഡോട്ട്സ് ഈ പെൻസിലിൻ്റെ എൻഡ് ഉപയോഗിച്ച് കൊടുത്ത് അതിന് ചുറ്റും വൈറ്റ് ഇട്ടു. ഇനി ബിറ്റ്വീൻ റെഡ് ഡോട്ട്സിന് ബ്ലൂ ഇടയ്ക്ക് കൊടുത്തു. ഈ സെയിം പാറ്റേൺ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. ഈ പ്രാവശ്യം നമ്മൾ ചെയ്യുന്നത് വേറൊരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഫസ്റ്റ് കുറച്ച് വലിപ്പമുള്ള ഡോട്ട് ഇട്ടു, പിന്നെ അതിന് ചുറ്റും ചെറിയ ഡോട്ട്സ്. അപ്പം നമുക്കൊരു ലീഫ് സ്റ്റൈലുള്ള ലുക്ക് കിട്ടും. കണ്ടോ? ഫസ്റ്റ് വലിയ ഡോട്ട്, പിന്നെ രണ്ട് എൻഡിലും ചെറിയ ഡോട്ട്സ്. നമുക്കൊരു ഇലയുടെ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ആ സെയിം പാറ്റേൺ ഞാൻ ഗ്രീൻ വെച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. സെയിം പാറ്റേൺ ആണ്. വലിയ ഡോട്ട്, എൻഡില് പിന്നെ ചെറിയ ചെറിയ ഡോട്ട്സ്. ഇതെല്ലാം കഴിഞ്ഞു. കണ്ടോ? ആ ബ്ലൂ ഡോട്ടിൻ്റെ സെൻറ്ററിൽ ഞാനൊരു ചെറിയ റെഡ് ഡോട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലിൻ്റെ ടോപ്പ് പാർട്ടില്ലേ, അവിടെ ഞാൻ ഈ സെയിം പാറ്റേണിൽ ഒരു 2 ലെയർ ഡിസൈൻ കൊടുത്തു. വൈറ്റും റെഡും ഡോട്ട്സും അതിന് ചുറ്റും ഗോൾഡൻ ചെറിയ ഡോട്ട്സും. അപ്പോൾ ബോട്ടിലിൻ്റെ ഈ ഡിസൈൻ കഴിഞ്ഞു. എല്ലാവർക്കും ഈ ആർട്ട് വർക്ക് ഇഷ്ടമായോ? എല്ലാവരും ചെയ്ത് നോക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. പിന്നെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ വർക്ക് എനിക്ക് ഫോട്ടോ അയച്ചു തരണം. ഇമെയിൽ അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച ഒരു പുതിയ വർക്കുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും ഹാവ് എ ബ്ലെസ്ഡ് വീക്ക്. താങ്ക് യു.